വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, കുടുംബ ധ്യാനത്തിൻ്റെ അടുത്ത ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഈ ധ്യാനം കൂടി വചനം കേട്ട് നിങ്ങളുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ട് അനുഗ്രഹം അഭിഷേകം പ്രാപിക്കുവാൻ കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ പ്രത്യേകമായി നിങ്ങളുടെ ജീവിതത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. നിങ്ങളെ ഒന്നായതിൻ്റെ ശക്തിയും അർത്ഥവും എല്ലാം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയമാണ്. ആയതിനാൽ തിരുവചനത്തിന് മുൻപ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപൂർവ്വം കണ്ണുകളെ അടച്ച് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം സമർപ്പിക്കുകയാണ്. യേശുവേ, അവിടുന്ന് ഞങ്ങളെ കാണണമേ, അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കണമേ, നിന്റെ അത്ഭുത കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹിതരായ ഞങ്ങള് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ, അതിൻ്റെ ദൗത്യം മനസ്സിലാക്കാതെ വ്യർത്ഥമായി ജീവിച്ചു പോയ കാലഘട്ടങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു. വിവാഹമെന്ന വിളിയുടെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ നിന്റെ കൃപയിൽ ആശ്രയിച്ച് വിജയപ്രദമായ ഒരു ദാമ്പത്യ കുടുംബ ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. എന്നെയും എൻ്റെ ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. തലമുറകൾക്ക് അവര് അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പേരുള്ള വിശുദ്ധന്മാരെ, വിശുദ്ധകളെ, പ്രത്യേകമായി
ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്നുള്ളതാണ്. ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. യേശുവിൻ്റെ അടുക്കൽ ഫരീസയർ പരീക്ഷിക്കുവാനായിട്ട് ഇപ്രകാരം ചോദിച്ചു: ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ എന്ന്. അതിനായി ഫരീസയർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു: ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു: സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുന്നു എന്നും അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്നും അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതെ ഇരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. വളരെ മനോഹരമായ ഒരു ദൈവവചന ഭാഗമാണ് യേശു ഇവിടെ വിശുദ്ധീകരിക്കുന്നത്. ഓരോ ഭാര്യ ഭർത്താക്കന്മാരും ഈ തിരുവചന ഭാഗം വായിച്ച് ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. ഏതെങ്കിലും ഒരു കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ എന്ന് ഫരീസയർ ചോദിച്ചതിന് യേശു നൽകുന്ന മറുപടിയാണ്: ആദിയിൽ ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്ന്. അപ്പോൾ ആദ്യ മനുഷ്യൻ തന്നെ, ആദ്യത്തെ മനുഷ്യൻ സ്ത്രീയും പുരുഷനുമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആദ്യത്തെ മനുഷ്യനകത്ത് പുരുഷനും സ്ത്രീയുമുണ്ട്. പുരുഷനും സ്ത്രീയും ചേർന്നതാണ് ആദ്യത്തെ മനുഷ്യൻ. അതിൽ നിന്നാണ് സ്ത്രീയെ മാത്രമായി ഇതാ ഊരിയെടുത്ത് ആ എല്ലിൽ അസ്ഥിയിൽ മാംസങ്ങൾ വെച്ചുപിടിപ്പിച്ച ഒരു സ്ത്രീ രൂപമാക്കിയത്. ആദിയിൽ ദൈവം സൃഷ്ടിച്ചത് തന്നെ, ആദ്യത്തെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് അവർ ഒന്നായിരിക്കും, അവർ ഒറ്റ ശരീരമായിരിക്കും. എന്നിട്ട് തിരുവചനം പറയുന്നു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇനിമേൽ അവർ രണ്ടല്ല, അവർ ഒന്നാണ് എന്ന്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു രഹസ്യമാണ്, വലിയൊരു മർമ്മമാണിത്. പ്രത്യക്ഷത്തിൽ ശാരീരികമായി നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ രണ്ടായിട്ട് നമ്മൾ കാണുന്നു. ഭർത്താവ് ഒന്ന്, ഭാര്യ ഒന്ന്, ശരീരത്തിൽ രണ്ടാണത്. പക്ഷേ ആത്മാവിൻ്റെ കാഴ്ചപ്പാടോടെ
ആത്മീയമായി ആത്മാവിൻ്റെ കണ്ണോടെ നമ്മൾ കാണുമ്പോൾ മാത്രമാണ് അതിന് യാഥാർത്ഥ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കൂദാശയിലൂടെ ദൈവം അവരെ ഒന്നിപ്പിച്ചിരിക്കുകയാണ്. കൂദാശ എന്ന് പറയുന്നത് അദൃശ്യമായി നിലകൊള്ളുന്നതിൻ്റെ ദൃശ്യമായ അവതരണമാണ് കൂദാശ എന്ന് പറയുന്നത്. രണ്ട് വ്യത്യസ്ത കാലാവസ്ഥയിൽ, രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ, കുടുംബങ്ങളിൽ ജനിച്ചു വളർന്നവരെ വിവാഹമെന്ന കൂദാശയിലൂടെ ദൈവം അവരെ ഒന്നിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന ആ പദാർത്ഥങ്ങൾ വെറും ഓസ്തി കഷ്ണങ്ങളാണത്. അരി കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ മാവ് കൊണ്ടുണ്ടാക്കിയ ആ പദാർത്ഥം അതിനെ ഓസ്തി എന്ന് പറയും. പിന്നെ ഉപയോഗിക്കുന്നത് വീഞ്ഞാണ്. മുന്തിരിയിൽ വാറ്റിയെടുത്ത വീഞ്ഞിൻ്റെ ഏതാനും തുള്ളികളാണ്. ഇതാണ് കൂദാശ സമർപ്പണത്തിൻ്റെ സമയത്ത് വൈദികൻ പറയുകയാണ്, ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, അത് ശരീരമായി. അപ്പോൾ ഇത് രക്തമാകുന്നു എന്ന് പറയുമ്പോൾ അത് രക്തമായി. അപ്പോൾ തന്നെ ദൃശ്യമായിട്ട് നമുക്കൊന്നും സത്താമാറ്റം നമുക്ക് ഒന്നും കാണാൻ പറ്റുകയില്ല. ദൃശ്യമായി ഒന്നും തന്നെ ഒരു വ്യത്യാസം നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. എന്നാൽ അദൃശ്യമായി അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടായി. അത് യേശുവിൻ്റെ തിരുശരീരമായി മാറ്റപ്പെട്ടു, തിരുരക്തമായി മാറ്റപ്പെട്ടു. ഇതുപോലെയാണ് വിവാഹമെന്ന കൂദാശയിലൂടെ ഭാര്യയും ഭർത്താവും അവര് ദൈവസന്നിധിയിൽ ഉടമ്പടി ചെയ്യുമ്പോൾ, ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ അവർ ആത്മീയമായിട്ട് അവർ ഒറ്റ ശരീരമായിട്ട് അവർ മാറ്റപ്പെടുക ചെയ്യുന്നത്. ദൃശ്യമായി നമുക്കൊന്നും കാണാൻ പറ്റുകയില്ല. എന്നാൽ ആത്മാവിൽ അവർ ഒന്നായി മാറ്റപ്പെട്ടു. ദൈവമാണ് അവരെ യോജിപ്പിച്ചത്. ഇനി അവരെ തകർക്കുവാൻ മനുഷ്യന് പോലും സാധ്യമല്ല. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അവൻ വേർപെടുത്താൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അത് ദൈവവചനത്തിന് വിരുദ്ധമാണ്, ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമാണ്. ഇനിമേൽ അവർ രണ്ടല്ല, അവർ ഒന്നാണ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, നിങ്ങൾ രണ്ടല്ല, ഒന്നാണ്. ദൈവമാണ് നിങ്ങളെ ഒന്നിപ്പിച്ചത്. ഇത് നമ്മൾ കാണണം. ഇത് ദൈവത്താലുള്ള വിളിയായത്. ഇത് ദൈവത്തിൻ്റെ തീരുമാനമായത്. ദൈവമാണ് നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിയത്, ഒന്നാക്കിയത് ദൈവമാണ്. എത്രയോ ശ്രേഷ്ഠമായ വിളിയാണിത്. ഇതിന് എതിരായിട്ടുള്ള എല്ലാ ചിന്തകളും, എല്ലാ ആശയങ്ങളും, എല്ലാ അഭിപ്രായങ്ങളെയും പ്രിയമുള്ളവരെ നമ്മൾ തകർത്തു കളയണം. നമ്മൾ ഉച്ചിട്ടം പോലെ തള്ളണം. നമ്മൾ നമ്മുടെ വിവാഹബന്ധത്തെ ഉലയ്ക്കുവാൻ, തകർത്തു കളയുവാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ചിലപ്പോൾ പ്രേരണ വന്നേക്കാം.
പല പ്രശ്നങ്ങളും വന്നേക്കാം, പ്രതിസന്ധികൾ ഉണ്ടായേക്കാം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ല. രണ്ടും എതിർ സ്വഭാവങ്ങളാ അല്ലേ? ഒരാൾ ശാന്തനാണെങ്കിൽ ഒരാൾ സ്പീഡുള്ള ആളാ, ഒരാൾ കോപിഷ്ഠനാണെങ്കിൽ ഒരാൾ മന്ദഗതിക്കാരനാ, ഒരാൾ ഒത്തിരി വർത്താനം പറയുന്ന ആളാണെങ്കിൽ ഒരാൾ ഒന്നും മിണ്ടിയലാത്ത ആളാ. അപ്പൊ നേരെ ഓപ്പോസിറ്റ് സ്വഭാവം ആയിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നാം ഇത് ഒരിക്കലും ചേരിയല എന്ന് നമുക്ക് തോന്നാം. പക്ഷേ പ്രിയമുള്ളവരെ, ഇത് തമ്മിലാണ് ചേരുന്നത്. നിങ്ങളുടെ സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണോ നിങ്ങളുടെ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിലാണ് ഏറ്റവും അധികം ചേർച്ച. നിങ്ങളുടെ സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റ് സ്വഭാവമായിക്കോട്ടെ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക്, അതും നീയും ചേരുമ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഉത്തമ ദാമ്പത്യ കുടുംബ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ല, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല, വിവാഹം കഴിച്ച് 1 മാസം കഴിഞ്ഞപ്പോഴല്ലേ കള്ളികൾ മനസ്സിലായത് എന്ന് പറഞ്ഞ് നീ സങ്കടപ്പെടുകയോ വേദനിക്കുകയോ നിരാശപ്പെടുകയോ നിങ്ങൾ ചെയ്യരുത്. ഏത് സ്വഭാവ പ്രകൃതമായിക്കോട്ടെ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക്, ആ വ്യക്തിയെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവമാണ് നിങ്ങളുമായി കൂട്ടിച്ചേർത്ത് തന്നത്. ഇത് വിശ്വസിക്കുക. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. ഇത് വിശ്വസിക്കുക. ഇതിനെ തകർക്കാൻ പല ചിന്തകളും പല അഭിപ്രായങ്ങളും പുറത്തുനിന്ന് വരും. അതിന് ചെവി കൊടുക്കരുത്, അതിന് പുറകെ പോകരുത്. ഈ വ്യക്തിയെപ്പോലെ നിനക്ക് ചേരുന്ന ഒരു വ്യക്തി ലോകത്തിൽ വേറെ ഇല്ല. നീ വിശുദ്ധീകരിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ വ്യക്തി തന്നെ, ഈ ഭർത്താവ് തന്നെ നിനക്ക് വരണം. അതിന് പ്രിയമുള്ളവരെ, ദൈവമാ നിനക്ക് ഈ വ്യക്തിയെ കൂട്ടിച്ചേർത്ത് തന്നത്. നിങ്ങൾ രണ്ടല്ല, നിങ്ങൾ ഒന്നാ, ഒറ്റ ശരീരമാണ്, ഒറ്റ വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുന്ന പോലെ നിങ്ങൾ ഒന്നാ. സഭയും ക്രിസ്തുവും രണ്ടും രണ്ടല്ല, സഭയും ക്രിസ്തുവും ഒന്നാ. ശരീരത്തിൽ തല എങ്ങനെ ചേർന്ന് നിൽക്കുന്നു അതുപോലെ ഭാര്യയും ഭർത്താവും ഒന്നാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇതിനെ മതിയാക്കി ഈ ബന്ധം വേർപെടുത്തി ഇനി വേറൊന്ന് കെട്ടിക്കളയാം എന്ന് വിചാരിച്ചാൽ എൻ്റെ സഹോദര, നിനക്കത് സാധ്യമല്ല. കാരണം ഏതൊരു കൂദാശയും കുമ്പസാരം ഒഴിച്ച് എല്ലാ കൂദാശയും ഒരൊറ്റ പ്രാവശ്യം മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. വിവാഹം എന്നെ തിരുപ്പട്ടം 2-3 പ്രാവശ്യം ഒന്നിച്ച് സ്വീകരിക്കാൻ പറ്റുമോ? ആദ്യ കുർബാന സ്വീകരണം 2-3 പ്രാവശ്യം പറ്റുമോ? ഇല്ല. മാമോദിസ ഒന്നിലധികം പ്രാവശ്യം സ്വീകരിക്കാൻ പറ്റും, ഒറ്റ പ്രാവശ്യമേ പറ്റുള്ളൂ. ഇതുപോലെ വിവാഹമെന്ന കൂദാശയും ഒറ്റ പ്രാവശ്യമേ പറ്റുള്ളൂ. കാരണം അവർ ഒന്നായി മാറി. അതിനെ മാറ്റുക, പിരിക്കുക അസാധ്യമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പുസ്തകം അതിന് 414 പേജിൽ 1640 ഖണ്ഡിക, വിവാഹബന്ധം ദൈവത്താൽ തന്നെ സ്ഥാപിതമാണ്. അതിനാൽ മാമോദിസ സ്വീകരിച്ച 2 വ്യക്തികൾ തമ്മിൽ നടത്തിയതും പൂർണ്ണതയിൽ എത്തിച്ചതുമായ വിവാഹം ഒരിക്കലും വേർപെടുത്താൻ പാടില്ല. വേർപെടുത്തുക അസാധ്യമാണ് എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി കോടതിപരമായിട്ടോ
സിവിൽ കോർട്ട് വഴിയോ ഒക്കെ നിങ്ങൾ വേർപെടുത്തിയാലും ആദ്യം നിങ്ങൾ സ്വീകരിച്ച കൂദാശയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. നിങ്ങൾ വേറെ വിവാഹം കഴിച്ചാലും നീ രജിസ്റ്റർ വിവാഹം കഴിച്ചാലും ദൈവം അതിനെ ഒരിക്കലും അംഗീകരിക്കുകയില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം അവർക്കുണ്ടാകുകയില്ല. ആദ്യത്തെ ഭാര്യയെ മറന്ന്, ആദ്യത്തെ ഭർത്താവിനെ മറന്ന് രജിസ്റ്റർ വിവാഹം കഴിച്ചോട്ടെ, അല്ലാതെ വേറെ എവിടെയെങ്കിലും പോയി വിവാഹം കഴിച്ചോട്ടെ, ഇതിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുകയില്ല. അത് പാപമാണ് എന്ന് ബൈബിൾ പറയുക. വേർപെടുത്തുക തന്നെ അസാധ്യമായ ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ വേറെ വിവാഹം കഴിക്കുന്നു, ഇത് വലിയ തെറ്റാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ മേഖലയിൽ വേദന അനുഭവിക്കുന്ന പ്രിയ ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, കുടുംബജീവിതം നയിക്കുന്നവരെ, മറ്റൊരു വിവാഹത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുക പോലും അരുത്. അങ്ങനെ ചിന്ത തന്നെ എടുത്ത് കളഞ്ഞോളുക. ഒരാൾക്കൊരൊറ്റ ഭാര്യ, ഒരാൾക്കൊരൊറ്റ ഭർത്താവ്. ആ ഭർത്താവിൽ തന്നെ നീ രസിച്ചു കൊള്ളുക എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്ത് തന്ന എൻ്റെ ഈ തങ്കപ്പെട്ട ജീവിത പങ്കാളിയെ, ഭാര്യയെ, എൻ്റെ ഈ തങ്കപ്പെട്ട ഭർത്താവിനെ സ്നേഹിക്കാൻ, ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ ആ ആയിരിക്കുന്ന അവസ്ഥയിൽ ആ വ്യക്തിയെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുക. പലരും പറയാറുണ്ട്, നിന്റെ ആ സ്വഭാവം മാറ്റിയിട്ടിങ്ങ് വാ, നിന്റെ ആ സ്വഭാവം മാറ്റിയിട്ടിങ്ങോട്ട് വാ, ഞാൻ നിന്നെ സ്വീകരിക്കാം. യേശു അങ്ങനെയാണോ നമ്മളോട് ചെയ്തത്? എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം ദൈവം വെളിപ്പെടുത്തി. പാപികളായിരിക്കെ, പാപം കളഞ്ഞിട്ട് വരാൻ പറഞ്ഞില്ല, പാപികളായിരിക്കെ ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. കാൽവരിയിൽ നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു. എല്ലാ കുറവുകളോടും കൂടെ നിന്റെ ഭർത്താവിനെ, നിന്റെ ഭാര്യയെ നിങ്ങൾ സ്വീകരിക്കുന്നവരായി, അക്സെപ്റ്റ് ചെയ്യുന്നവരായി നിങ്ങൾ മാറുക. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. ദൈവം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഏതെങ്കിലും കുടുംബ ജീവിതത്തിൽ കയറി മൂന്നാമതൊരാള്, വെളിയിലുള്ള ആരും പ്രവർത്തിക്കരുത്, അതിനെ തകർക്കാൻ ശ്രമിക്കരുത് എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുക. തകർക്കാനല്ല, കൂട്ടിവിളക്കാനാണ്, കൂട്ടിച്ചേർക്കാനാണ് ദൈവം നമുക്ക് അനുവാദം തന്നിട്ടുള്ളത്. ഈ കൃപ ദൈവത്തിൽ നിന്ന്, ഉന്നതത്തിൽ നിന്ന് ഈ കൃപ നമുക്ക് കിട്ടുവാൻ ഈശോ തന്നെ പറഞ്ഞില്ലേ, കൃപ ലഭിച്ചവർക്കല്ലാതെ കുടുംബജീവിതത്തിൽ മുന്നേറാൻ പറ്റുകയില്ല. ബുദ്ധി ഉപയോഗിച്ചൊന്നും മുന്നേറാൻ പറ്റുകയില്ല. കൃപ വേണം. കൃപ വേണമെങ്കിൽ താഴ്മ വേണം. താഴ്മയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ ദൈവം തൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിയും. കൃപ കിട്ടിയാൽ നിന്റെ ദാമ്പത്യ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഭർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും, ഭാര്യയെ സ്നേഹിക്കാൻ പറ്റും, ക്ഷമിക്കാൻ പറ്റും. അതുകൊണ്ട് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുക പോലും വരരുത്. നിങ്ങളതെല്ലാം മാറ്റിവെച്ചോണം. കിട്ടിയതിൽ തൃപ്തിപ്പെടുക. തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ബ്ലസ് ചെയ്യപ്പെടും ആ വ്യക്തി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ഓരോ
ഭാര്യ ഭർത്താക്കന്മാരും ദമ്പതികൾ പറ്റുമെങ്കിൽ നിങ്ങൾ കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കാൻ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങളെയും ദൈവവരങ്ങളെയും സമർപ്പിക്കാം. ദൈവം കൂട്ടിച്ചേർത്ത് തന്നതാണ് നിങ്ങളുടെ ജീവിത പങ്കാളി എന്ന് വിശ്വസിക്കുക, വിശ്വാസത്താൽ ഏറ്റെടുക്കുക. അറിയാതെ വന്നു ചേർന്നതല്ല, അബദ്ധത്തിൽ വന്നു ചേർന്നതല്ല. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. ദൈവമാണ് കൂട്ടിച്ചേർത്തത്. ദൈവം നൽകിയ ജീവിത പങ്കാളിയെ ഇരു കരങ്ങളും ദൈവത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒറ്റ വിളി യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. ഐക്യത്തിന്റെ സ്നേഹത്തിന്റെ അഭിഷേകം ഒഴുകട്ടെ. ഭിന്നതകൾ മാറട്ടെ കർത്താവേ. അപകർഷതകൾ മാറട്ടെ. നിരാശകൾ, ദുഃഖങ്ങൾ, വേദനകൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വേദനയുടെ അനുഭവങ്ങൾ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക ശക്തി വ്യാപരിക്കട്ടെ. ദൈവകൃപ കൊണ്ട് നിറയപ്പെടട്ടെ. ഐക്യത്താൽ നിറയട്ടെ. ഐക്യത്തിന്റെ സ്നേഹത്തിന്റെ ആത്മാവുകളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഡിവോഴ്സിന്റെ എന്തെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജീവിത പങ്കാളിയെ ആയിരിക്കുന്ന അവസ്ഥയെ സ്വീകരിക്കാൻ, ഉൾക്കൊള്ളുവാൻ കൃപ അഭിഷേകം വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. ദൈവിക ശക്തി, സ്നേഹം ഒഴുകട്ടെ. കരകവിഞ്ഞ് ഒഴുകട്ടെ. അഭിഷേകം ഒഴുകട്ടെ. കൃപാവരങ്ങൾ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പ്രാർത്ഥന ഘടനായ സ്തോത്രം യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.